പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ ദൈവത്തിൻ്റെ സ്നേഹഭാചനങ്ങളെ ഒരിക്കൽ കൂടെ സനാതന സുവിശേഷത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഒപ്പം 2025 നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഒരു വർഷം സ്വർഗം നമുക്കായി ഒരുക്കിയിരിക്കുന്ന നന്മകൾ, കൃപകൾ, ദൈവത്തിൻ്റെ അനന്തമായ കാരുണ്യം, സ്നേഹം ഇതെല്ലാം നമ്മൾ സമൃദ്ധമായി നിങ്ങളിൽ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നമുക്ക് സാധാരണ ന്യൂ ഇയറിൽ എല്ലാവരും പറയുന്നത് ഐ വിഷ് യു എ ഹാപ്പി ആൻഡ് പ്രോസ്പെറസ് ന്യൂ ഇയർ അല്ലേ? അങ്ങനെ ഒരു ന്യൂ ഇയർ നമ്മൾ വിഷ് ചെയ്യുന്നില്ല. വി വിൽ വിഷ് യു എ ജോയ്ഫുൾ ആൻഡ് എ ബ്ലെസ്ഡ് ന്യൂ ഇയർ. ഓക്കെ, നമുക്ക് വേണ്ടത് ഈ പണം, സമ്പത്ത് നിറഞ്ഞ ഒരു ലോകത്തിൻ്റെ സൗഭാഗ്യം നിറഞ്ഞ ന്യൂ ഇയർ അല്ല. ഈ ലോകത്തിൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം താഴത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ നമ്മളെത്ര ബലം പിടിച്ച് നിനക്ക് ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമല്ല. വലിയ ഒരു ഡിസാസ്റ്ററിലേക്ക് നമ്മൾ കടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ മക്കളെ, നമുക്ക് ഈ ഒരു വർഷം നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് ദൈവമാണ്. അപ്പോൾ ആ സമ്പത്തിൽ നമ്മൾ അഭിമാനിക്കണം, ആ സമ്പത്തിൽ നമ്മൾ വളരണം. പരിശുദ്ധ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്നത് പോലെ നമുക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകണം. മേ ബി ഈ ഒരു വർഷം നമുക്കൊക്കെ ഒരു അവസരം കൂടി ദൈവം തരികയാണ്. എന്തിനാണ്? നമ്മുടെയൊക്കെ അക്കൗണ്ടിൽ സ്വർഗത്തിൽ വല്ലതും ഉണ്ടാ? ഒന്ന് ആലോചിക്കണം, നല്ലതാണ്. ഈ ഭൂമിയിൽ, നശിച്ചു പോകുന്ന ഭൂമിയിൽ, ചെതലരിക്കുന്ന ഭൂമിയിൽ, തുരുമ്പ് പിടിക്കുന്ന ഭൂമിയിൽ നിങ്ങളുടെ നിക്ഷേപം കൂട്ടിവെക്കരുത് എന്ന് ഈശോ വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകട്ടെ. അപ്പം നമുക്ക് നിക്ഷേപം ദൈവത്തിലായിരിക്കും, ദൈവമായിരിക്കണം നമ്മുടെ എല്ലാം. അപ്പം ആ ദൈവത്തെ സ്വന്തമാക്കി കഴിഞ്ഞാൽ നമുക്കൊന്നിനും കുറവുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ മത്തായി 6:33 പറയുന്ന പോലെ ആദ്യം ഇവിടുത്തെ രാജ്യവും നീതി അന്വേഷിക്കുക, ബാക്കി നിങ്ങൾക്ക് വേണ്ടതെല്ലാം കൂട്ടിച്ചേർക്കപ്പെടും. എപ്പോൾ? ഈ ലോകത്തിൽ വലിയ ഞെരുക്കങ്ങളും പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടെങ്കിലും ദൈവത്തിൻ്റെ മക്കൾക്ക് ഒന്നിനും കുറവുണ്ടാവില്ല. സങ്കീർത്തനം പറയുന്നില്ല, സിംഹക്കുട്ടികൾ ഇര കിട്ടാതെ വിശന്നു വലഞ്ഞേക്കാം, എങ്കിലും കർത്താവിൻ്റെ മക്കൾക്കൊന്നിനും കുറവുണ്ടാവില്ല. കാരണം തൻ്റെ മക്കളെ 40 വർഷം മരുഭൂമിയിൽ 35 ലക്ഷത്തോളം വരുന്ന ജനത്തിനെ മരുഭൂമിയിൽ തീറ്റിപ്പോറ്റിയൊരു ദൈവം ചോദിക്കുന്ന ചോദ്യമുണ്ട്, നിങ്ങൾക്ക് എന്തിനെങ്കിലും കുറവുണ്ടായിട്ടുണ്ടാ? ഇല്ല. അപ്പം നമ്മളുടെ അത്യാഗ്രഹവും ആർത്തിയൊന്നും നിർവഹിക്കാൻ ദൈവത്തിന് സാധിക്കത്തില്ല. പക്ഷെ നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം, നിങ്ങൾക്ക് ഈ ലോകത്തിൽ ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ടൊരു ജീവിതം നയിക്കുവാൻ, ഈ ലോകത്തിൽ ആത്മാക്കളെ രക്ഷ നേടുവാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ സാമ്പത്തികമായ ഭദ്രത. നമുക്ക് സമ്പത്ത് 2 കാര്യങ്ങൾക്കാണ് വേണ്ടത്. എന്തിനാണ്? ഒന്ന്, ആത്മാക്കളുടെ രക്ഷ. അതിന് സമ്പത്ത് ആവശ്യമാണ്. സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. മറ്റേത് കാലഘട്ടത്തെക്കാൾ ഈ കാലഘട്ടം സുവിശേഷം പ്രഘോഷിക്കപ്പെടണം. 2, നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം, നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ദൈവിക മഹത്വത്തിനായിരിക്കും. നമ്മൾ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ സ്വന്തം മഹത്വത്തിന് വേണ്ടി ജീവിക്കുന്ന ഒരു ലോകത്തിൻ്റെ ഒരാൾക്കാരുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത്. അത് എങ്ങനെ നമ്മുടെ മഹത്വം കുറെ കൂടി കൂട്ടാം. അപ്പോൾ അതുകൊണ്ട് അതിൽ നിന്ന് മാറി നമ്മുടെ മഹത്വമല്ല, നമ്മൾ ഇത്തിരി താഴ്ന്നു നിന്നാലും, നമ്മുടെ സ്നാപക യോഹന്നാൻ പറഞ്ഞ അവൻ വളരുകയും ഞാൻ കുറയുകയും വേണം. ഇതിൻ്റെ അകത്തൊക്കെ ദൈവത്തിന് മഹത്വം നൽകുന്ന പ്രവൃത്തികൾ. എങ്ങനെയാണ് ദൈവത്തിന് മഹത്വം നൽകുക? മത്തായി സുവിശേഷം നമ്മളോട് പറയുന്നുണ്ടല്ലേ, മറ്റുള്ളവർ നിങ്ങളുടെ സൽപ്രവർത്തികൾ കണ്ട് നിങ്ങളുടെ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. അപ്പൊ ഇങ്ങനൊരു മഹത്വം ഉണ്ടാകണമെങ്കിൽ നമ്മൾ സൽപ്രവർത്തികൾ ചെയ്യണം. സൽപ്രവർത്തികൾ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തികൾ ചെയ്യണം. ദൈവഹിതപ്രകാരമുള്ള പ്രവൃത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? അപരന്റെ ആത്മരക്ഷയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവൃത്തിയാണ് ദൈവഹിതപ്രകാരം. അല്ലാത്തതൊന്നും ദൈവഹിതത്തിൽ വരില്ല. ഓക്കെ, കാരണം സ്വർഗം വിട്ട് യേശു ഭൂമിയിൽ വന്ന് ഈ ഭൂമിയിൽ ഇങ്ങനെ മനുഷ്യാവതാരം ചെയ്ത് ഇങ്ങനെ അവൻ വലിയ പാടുപീഡകളൊക്കെ സഹിച്ച് കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് ഉയർത്തെഴുന്നേറ്റ് പോകുമ്പോൾ നമ്മൾക്കൊരു കാര്യം വളരെ ക്ലിയറാണ്. ഇതെന്തിനു വേണ്ടിയിട്ടാണ് വന്നത്? അത് നമ്മുടെ എല്ലാവരെയും ആത്മരക്ഷ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ടുള്ള സ്നേഹ കൂട്ടായ്മയിൽ നിന്നും വേർപെട്ടു പോയ മനുഷ്യരെ ആ ബന്ധത്തിലേക്ക് തിരികെ ചേർക്കുക. ഇതാണ് നമ്മളുടെ പരമമായ ലക്ഷ്യമെന്ന്. നമ്മുടെ എല്ലാ ആധ്യാത്മിക സാധനകളുടെയും, നമ്മുടെ എല്ലാ ആധ്യാത്മിക കർമ്മങ്ങളുടെയും, നമ്മുടെ എല്ലാ സുവിശേഷ പ്രഘോഷണത്തിൻ്റെയും, ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളുടെ ആത്യന്തികമായ ലക്ഷ്യം മനുഷ്യനെ ദൈവത്തിങ്കിലേക്ക് കൂട്ടിച്ചേർക്കുക എന്നുള്ളതായിരിക്കണം. ഓക്കെ, ഇതാണ് നിത്യജീവൻ. അപ്പൊ ഈ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടുള്ള എല്ലാ സൗകര്യങ്ങളും എല്ലാ സമൃദ്ധിയും ദൈവം നമുക്ക് നൽകും. ഓക്കെ, അതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെടേണ്ട കാര്യമില്ല. ലോകത്തിൽ വലിയ ഞെരുക്കങ്ങളും പ്രതിസന്ധികളൊക്കെ ഉണ്ടെന്നുള്ളത് ശരിയാണ്. ബട്ട് our God is with us. He is in total control. Okay,
ഇതെല്ലാം തമ്പുരാന്റെ തന്നെയാണ്. തനക്ക് ഇഷ്ടമുള്ളവരാണ് ഉയർത്തുന്നു, തനക്ക് ഇഷ്ടമുള്ളവരെ താഴ്ത്തുന്നു. ഇതൊക്കെ ഈ ലോകത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനെക്കുറിച്ചൊന്നും ആകുലപ്പെടണ്ട എന്നുള്ളതാണ് തമ്പുരാൻ പറഞ്ഞത്. ഇതാണ് നമുക്കുള്ള ഏറ്റവും വലിയ സൗഭാഗ്യം. ദൈവത്തിൻ്റെ മക്കൾ ദൈവരാജ്യത്തിൻ്റെ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് നമ്മൾ വളരണം. ഓക്കെ, ഇതിന് നമുക്ക് തടസ്സം നിൽക്കുന്ന ഒരു സാധനമാണ് നമുക്ക് ഈ ധനത്തിനോടുള്ള ആസക്തി. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞു പോയതുപോലെ വലിയൊരു സമൂഹം ഒരു സമൂഹം നമ്മുടെ പെന്തക്കോസ്ത് സഹോദരന്മാരൊക്കെ ഇങ്ങനെ യേശുക്രിസ്തു വാനമേഘങ്ങൾ വരുന്നതും കാത്തിരിക്കുകയാണ്. യേശുക്രിസ്തു വാനമേഘങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ ലോൺ ആരടിക്കും സഹോദര? അപ്പോൾ ഇത് നമ്മളെല്ലാം ഇന്ന് ഈ ധനത്തിന് അടിമപ്പെട്ട് കിടക്കുകയാണ്. നമ്മളിങ്ങനെ സമ്പത്ത് കൊണ്ട് എന്തൊക്കെ നേടാം, സമ്പത്ത് വഴി എന്തെല്ലാം ആർജിക്കാം, ഇങ്ങനെ ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളെ വിദ്യാഭ്യാസം എല്ലാം അങ്ങനെ കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുക. ഇങ്ങനെ കിടക്കുന്ന നമ്മൾ പറയുന്ന പേരാണ് നമ്മൾ ബന്ധനസ്ഥരാണ്. നിങ്ങൾ ഏത് വസ്തു മുഖാന്തരം നിങ്ങൾ നയിക്കപ്പെടുന്നുവോ, ഏത് വസ്തു മുഖാന്തരം ഏത് വസ്തു നിങ്ങളെ ഭരിക്കുന്നുവോ അതിന് നിങ്ങൾ അടിമകളാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്. നമ്മളെല്ലാവരും സ്വർഗത്തിലേക്ക് ഉയർക്കപ്പെടേണ്ടവരാണ് യേശുവിൻ്റെ വരവില്ല. അല്ലാണ്ട് ഈ വരുന്ന പോലെ റാപ്ചർ എന്ന് പറഞ്ഞ സാധനത്തിലല്ല. അത് വരാൻ ഇത്തിരി ബുദ്ധിമുട്ടെടുക്കും. അപ്പോൾ നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇതിൽ നിന്നെല്ലാം വേർപെട്ട് ജീവിക്കേണ്ട ഒരു ജീവിതം നയിക്കേണ്ടവരാണ്. വി ഹാവ് ടു ഹാവ് എ ഡിറ്റാച്ച്മെൻറ്റ്. അപ്പോൾ ഡിറ്റാച്ച്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിലെ ഒന്നും ഒരു വസ്തുവും ഒരു സംഗതിയും നമ്മളെ ഭരിക്കുവാൻ ഇടയാക്കരുത്. അപ്പം അവിടെയാണ് ഇന്ന് നമ്മൾ ഈ സോ കോൾഡ് നമ്മുടെ വിശ്വാസം എന്നൊക്കെ പറഞ്ഞു വരുമ്പോഴും ഇന്ന് ഒരു കൺസ്യൂമറിസ്റ്റിക് വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഇന്ന് ഈ ഉപഭോഗ സംസ്കാരം ഇന്ന് നമ്മളെ വളരെയധികം പിടിക്കുകയാണ്. അപ്പം അതിന് വേണ്ടി ടെക്നോളജി സംവിധാനങ്ങൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ ഇതിങ്ങനെ വാങ്ങിക്കൂട്ടുക, ഇതിൻ്റെ അകത്ത് നമ്മൾ ഏറ്റവും അപ്ഗ്രേഡഡ് ആവുക, ഇതിൻ്റെ ഏറ്റവും നല്ല സാധനങ്ങൾ ഉപയോഗിക്കുക എന്നൊക്കെയുള്ള വലിയൊരു വെല്ലുവിളി അല്ലെങ്കിൽ വലിയൊരു പ്രലോഭനം. ഓക്കെ, ആ ആദ്യ പഴം ഇന്നും മനുഷ്യവംശത്തിൻ്റെ ആദ്യ കുടുംബം മനുഷ്യവംശം ദൈവത്തിൽ നിന്നും വേർപെട്ട് അധപ്പതിക്കുവാനുണ്ടായ ഏറ്റവും പ്രധാനമായ കാരണം ഈ ദ്രവ്യ ആസക്തിയാണ്. ഈ ദ്രവ്യ ആസക്തിയെക്കുറിച്ച് അധികം ആൾക്കാരൊന്നും സംസാരിക്കില്ല. അതുകൊണ്ട് തന്നെ ഞാൻ വിചാരിച്ചതിനെക്കുറിച്ച് ഇത്തിരി കാര്യമായിട്ട് നമ്മൾ സംസാരിക്കണം. അതിൽ വളരെ ക്ലിയറായിട്ട് ഈശോ പറയുന്നൊരു കാര്യമാണ് മർക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം. നമ്മൾ കാണുന്നുണ്ട് ധനവാനും ദൈവരാജ്യവും. വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഇത് നമ്മളിപ്പോഴും ഇതിനെക്കുറിച്ചൊന്നും ആരും സംസാരിക്കുന്നില്ല. കാരണം ഇത് സംസാരിക്കണമെങ്കിൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കുറേ പേരെ നമ്മൾ എന്താ പറയുക വെറുപ്പിക്കേണ്ടതായിട്ട്, പ്രത്യേകിച്ച് ദ സോ കോൾഡ് ദ റിച്ച് പീപ്പിൾ. യേശു ക്രിസ്തുവിനെ സംബന്ധിച്ചിടത്തോളം ഈ ധനവാനാണെങ്കിലും നീ രാജാവാണെങ്കിലും നീ ചക്രവർത്തിയാണെങ്കിൽ ഈ ജസ്റ്റ് ഡോണ്ട് കെയർ. ഓക്കെ, ഇന്ന് നമ്മുടെയൊക്കെ സുവിശേഷ പ്രഘോഷണത്തിൽ വരുന്നൊരു പ്രശ്നമാണ് ഈ ഭാഗമൊന്നും ആരും എടുത്ത് വ്യാഖ്യാനിക്കില്ല, ഈ ഭാഗത്തൊന്നും ആരും തൊടുത്തില്ല. നമുക്കറിയാവുന്ന കഥയാണ്. മർക്കോസ് സുവിശേഷം 10-ാമത്തെ അധ്യായം 17-ാമത്തെ വചനം. യേശു വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ ഒരുവൻ ഓടി വന്ന് അവൻ്റെ മുമ്പിൽ മുട്ടുകുത്തി ചോദിച്ചു, നല്ലവനായ ഗുരോ, നിത്യജീവൻ അവകാശമാക്കാൻ ഞാൻ എന്തു ചെയ്യണം? യേശുവിനോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? ദൈവം ഒരുവനല്ലാതെ നല്ലവനായി ആരുമില്ല. ഓക്കെ, ഈശോയൊക്കെ അവിടെ വളരെ ക്ലിയറാണ്. നീ എന്നെ മഹത്വപ്പെടുത്തണം. ഞാൻ പറഞ്ഞത് ഈശോ ഈ ഭൂമിയിലായിരിക്കും സ്വന്തം മഹത്വത്തിന് വേണ്ടി ഒന്നും ചെയ്തില്ല. ആരെങ്കിലും ഈശോനെ ഏതെങ്കിലും രീതി മഹത്വപ്പെടുത്തിയാൽ ഉടനെ അത് ഡയറക്റ്റ് ചെയ്യും. ദൈവം, ഓൾ ഗ്ലോറി ടു ഗാഡ്. ഓക്കെ, ഇന്ന് സ്വന്തം മഹത്വം നേടാൻ വേണ്ടി ഇങ്ങനെ ലോക വസ്തുക്കളായിട്ട് ഓടിയെടുക്കുന്ന ക്രിസ്ത്യാനികളെ, വിശ്വാസികളെ നിനക്കൊക്കെ ഉള്ള വചനമാണിത്. വളരെ ശ്രദ്ധിക്കണം. ഓക്കെ, അതുകൊണ്ട് നമുക്ക് അനുഗമിക്കാനും അനുകരിക്കുവാനും ഒരൊറ്റ വ്യക്തി മാത്രമേ ഉള്ളൂ, ജീസസ് ഓഫ് നാസറത്ത്. വേറെ ഒരുവനുമില്ല. ഇത് വെറുതെ ഇങ്ങനെ വാചകടിച്ച് നടക്കേണ്ടതല്ല. നമ്മൾ അവനെ അനുകരിക്കണം, അവനെ അനുഗമിക്കണം, അവൻ്റെ കൂടെ ആയിരിക്കണം. ഇതാണ് നമ്മുടെ വിളി. അവൻ്റെ കൂടെ ആയിരിക്കുവാൻ നമുക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള സാധനത്തെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ. കൊല്ലരുത്, വ്യഭിചാരം ചെയ്യരുത്, മോഷ്ടിക്കരുത്, കള്ളസാക്ഷ്യം നൽകരുത്, വഞ്ചിക്കരുത്, പിതാവിനെയും മാതാവിനെയും ബഹുമാനിക്കുക. അവൻ പറഞ്ഞു, ഗുരു ചെറുപ്പം മുതൽ ഞാനിവയെല്ലാം പാലിക്കുന്നുണ്ട്. ഇന്ന് അനേകരി കൽപ്പന പാലിച്ചു പോകുന്നവരുണ്ട് കേട്ടോ. എന്തിനാണെന്നറിയാം? സമ്പത്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ ഈ പഴയ നിയമം, ഇന്നും ഒരു വലിയ ശതമാനം സുവിശേഷ പ്രഘോഷകർ ഈ പഴയ നിയമത്തിൽ കിടന്ന് കളിക്കുന്നത്. ഈ പഴയ നിയമം എന്തിനാണ് പറയുന്നത്? പഴയ നിയമത്തിൽ നമ്മൾ സമ്പത്ത് കിട്ടുന്ന കാര്യങ്ങളും സമ്പത്തിൻ്റെ അഭിവൃദ്ധി, അതുകൊണ്ടുള്ള സുഖങ്ങളെക്കുറിച്ചൊക്കെ എല്ലാം പഴയ നിയമത്തിൽ പറഞ്ഞിട്ടുണ്ട്. പുതിയ നിയമത്തിൽ പുതിയ സഹോദരങ്ങളെ, there is not even one word which speaks about this worldly wealth. ഈ ലോകത്തിൻ്റെ സമ്പത്തിനെ കുറിച്ച് പുതിയ നിയമത്തിൽ ഒരു വാക്ക് പോലും ഇല്ല.
ഇത് ആക്ച്വലി നമ്മളിതിനെ വ്യാഖ്യാനിക്കുകയാണ്, ഇതിങ്ങനെയാണ് പറഞ്ഞത്. പക്ഷേ ഇതിൻ്റെ എല്ലാ അർത്ഥം അത് ദൈവിക സമ്പത്തിന്, ആത്മീയ സമ്പത്തിന്, സ്വർഗീയ സമ്പത്തിനെ കുറിച്ചാണ് യേശുക്രിസ്തു മുഴുവൻ സംസാരിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ ഈ ധനവാനായ മനുഷ്യൻ വരുമ്പോൾ അവനോട് വളരെ കൃത്യമായിട്ട് ഈശോ പറയണം, അവൻ ഇതെല്ലാം പാലിക്കുന്നുണ്ട്. ഇന്ന് അനേകം ക്രിസ്ത്യാനികൾ 10 കൽപ്പനകൾ പാലിച്ച് നമ്മൾ ജീവിക്കുക. 10 കൽപ്പനയൊന്നും സ്വർഗരാജ്യത്തിൽ പോകാനുള്ള വകുപ്പല്ല. ഓക്കെ, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് ഗോൾഡൻ ലോസ് ഇല്ലേ, ഒരു ചെകിട്ടത്തടിക്കും മറുചെകിട്, ശപിക്കുന്നതിന് അനുഗ്രഹിക്കുക, ശത്രുവിനെ സ്നേഹിക്കുക, അധിക്ഷേപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക. ഒരു ക്രിസ്ത്യാനി തനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടില്ല. കാരണം എന്താണ്? യു ഹാവ് ബീൻ ക്രിയേറ്റഡ് ഫോർ ദിസ് വേൾഡ്. ഈ ലോകത്തിന് വേണ്ടി സൃഷ്ടിക്കപ്പെട്ട നീ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ച് നിന്നെ തന്നെ നശിപ്പിക്കരുത്. ഓക്കെ, അതുകൊണ്ട് നമ്മളൊരു ക്രിസ്ത്യ, അപ്പൊ നമ്മുടെ പ്രാർത്ഥന രീതികളൊക്കെ മാറി. നീ ആർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടത്? ഇന്ന് നിന്നെ അധിക്ഷേപിക്കുന്ന, നിന്നെ ദ്രോഹിക്കുന്ന, ഈ ലോകത്ത് അന്യായം തോന്നിയത് ചെയ്യുന്ന മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. പാപികളുടെ മാനസാന്തരം, ഇതാണ് നമ്മളുടെ പ്രാർത്ഥന വിഷയം. ഓക്കെ, ഇതാണ് സ്വർഗത്തിന്റെ പ്രാർത്ഥനാ വിഷയം. ഇതാണ് എല്ലാ വിശുദ്ധ ആത്മാക്കളുടെ പ്രാർത്ഥനാ വിഷയം. ഇത് നമ്മുടെ പ്രാർത്ഥനാ വിഷയമായി മാറണം. എന്ത് ധരിക്കും, എന്ത് പാനം ചെയ്തതിനെ കുറിച്ച് നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കേണ്ട കാര്യമില്ല. അത് ഈ ലോകത്തിലെ വിജാതീയരാണ് പ്രാർത്ഥിക്കുന്നത്. ഇങ്ങനെ നമ്മൾ വിജാതീയ ഗണത്തിൽ പെട്ടുകൊണ്ടിരിക്കരുത്. അതുകൊണ്ട് ഇതാണ് പറഞ്ഞത്, ഇതിൽ നിന്നൊക്കെ മോചനം പ്രാപിക്കുക. നീ എങ്ങനെ സ്വർഗത്തിലേക്ക് രക്ഷപ്പെടുന്നത്? ഇപ്പോഴും നാളെക്കുറിച്ച് ആകുലപ്പെട്ട് ഉത്കണ്ഠപ്പെട്ട് എന്ത് ഭക്ഷിക്കും, എന്ത് പാനം ചെയ്യും, അമ്മ മേടിച്ച കടം തന്നിട്ടില്ലല്ലോ, ഇവ വാങ്ങിയ സാധനം തിരിച്ച് കൊണ്ടുപോയിട്ടില്ലല്ലോ, അയ്യോ നാളെ ഇതെങ്ങനെ കൊടുക്കുക, ആകുലപ്പെട്ടിട്ട് നീ ഏത് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാൻ പോകുന്നു? ബന്ധനത്തിലാണ്. ബന്ധനം ഇതാ ധനികന നമ്മുടെ പ്രതിപുരുഷൻ വന്നിരിക്കുകയാണ്, ധനവാനായ യുവാവ്. പഴയ നിയമത്തിൽ പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈജിപ്തിന്റെ അടിമത്തം പുറത്തു കൊണ്ടുവന്ന് വന്നപ്പോൾ ഇതിനകത്ത് 3 കാര്യങ്ങളാണ്. അന്ന് അവര് ഒരു കാളക്കുട്ടിയെ ആരാധിച്ചു എന്നാ പറയാം. എന്താണ് ആ കാളക്കുട്ടി? ആ കാളക്കുട്ടിയാണ് സ്വർണം കൊണ്ടുള്ളൊരു കാളക്കുട്ടിയാണ്. എന്താണ്? സ്വർണം റെപ്രസെന്റ്സ് മണി, കാള റെപ്രസെന്റ്സ് പവർ, ആൻഡ് കാളക്കുട്ടി എന്ന് പറയുന്നത് യുവത്വം. ഓക്കെ, ഇന്നത്തെ ലോകം നമ്മളെ അട്രാക്ട് ചെയ്യണം. എല്ലാവരും ചെറുപ്പക്കാരാകാനായിട്ട് വയസ്സന്മാരും 99-99ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്ന വ്യക്തിയും കറപ്പിച്ച് കുട്ടപ്പനായിട്ട് നടക്കുകയാണ്. അപ്പോൾ നമുക്കെല്ലാവരും യുവത്വത്തിലേക്ക് വരികയാണ്. നമ്മളെ മുമ്പിൽ ഇന്നൊരു സെലിബ്രിറ്റി, ഞാൻ എപ്പോഴും പറയുന്നുണ്ട്, നമ്മുടെ മുമ്പിൽ ഒരു ലോകം ഇങ്ങനെ നിൽക്കുകയാണ്, ഒരു മിഥ്യാലോകം. ഏദൻ തോട്ടത്തിലെ ആ പഴം ഇന്നും വളരെ ഭംഗിയോടെ നിൽക്കുകയാണ്. ഇന്നത്തെ ഓൾ ദ സെലിബ്രിറ്റീസ്, ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ യുവാക്കന്മാരല്ലേ ഈ സെലിബ്രിറ്റീസിൻ്റെ പുറകെ അവരെ പോലെ ആയിത്തീരുവാൻ വേണ്ടി അവരൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അവർ ഈ യൗവനം കാത്തു സൂക്ഷിക്കാൻ വേണ്ടി എല്ലാവിധ സർജറിയും എല്ലാം കോസ്മെറ്റിക് സർജറി എല്ലാം നടത്തിയെടുക്കുന്ന ഒരു ലോകമാണ്. എല്ലാം മുടിയെല്ലാം കറുപ്പിച്ച് അവർക്ക് വയസ്സാകാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ഇവരിങ്ങനെ തിളങ്ങി നിൽക്കേണ്ടവരാണ്. അതുപോലെ നമ്മൾ ഇവരെ അനുകരിക്കുകയാണ്. ആരാണ്? ഈ നമ്മളെ സുവിശേഷ പ്രഘോഷകർ, സോ കോൾഡ് വിശ്വാസികൾ എന്ന് പറഞ്ഞാൽ എല്ലാ ദിവസവും 3 നേരം പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്ന പാർട്ടി കറുപ്പിച്ച് കുട്ടപ്പനായിട്ട് നടക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഈ ലോകത്തിന് അനുരൂപരാണ്. ആദ്യ പാപം എന്ന് പറയുന്നത് അത് തന്നെയാണ്. മനസ്സിലാകുന്നുണ്ടോ? അതായത് ആദ്യ പാപ കാരണവും ആദ്യ പാപത്തിൻ്റെ ഫലം എന്ന് പറയുന്നതും സഭ നമ്മളെ പഠിപ്പിക്കുകയാണ്. അത് ഈ ലോകത്തിലെ വസ്തുക്കളോടുള്ള ആസക്തിയാണ്. അത് നമ്മുടെ മുമ്പിൽ എന്നും നിലനിൽക്കുകയാണ്. ഇതിനോട് നോ പറയാതെ നിനക്ക് യേശുവിൻ്റെ 100 അയലക്കത്ത് വരാൻ പറ്റത്തില്ല. നമ്മൾ കാണിച്ചു കൂട്ടുന്ന കലാപരിപാടികൾ നമ്മൾ യേശുവായിട്ടൊന്നും ബന്ധപ്പെടില്ല സഹോദരങ്ങളെ. അപ്പം അതുകൊണ്ട് നമ്മൾ ബന്ധപ്പെടണമെങ്കിൽ ഇതാ ഇവിടെ അടുത്ത് വന്നിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൽപ്പനയൊക്കെ പാലിക്കുക. എന്തിനു വേണ്ടിയാ? പഴയ നിയമത്തിലെ കൽപ്പന പ്രകാരം എല്ലാം പാലിച്ചത് സമ്പത്ത് കിട്ടും. അത് പഴയ നിയമത്തിൽ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് സാമ്പത്തിക അനുഗ്രഹം ദൈവാനുഗ്രഹത്തിൻ്റെ ലക്ഷണമായിട്ടാണ് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അതൊന്നും ഒരു ദൈവാനുഗ്രഹത്തിൻ്റെ ഒരു ഒന്നുമല്ല എന്നുള്ളത് യേശുക്രിസ്തു വളരെ കൃത്യമായിട്ടാണ്. ഇതൊക്കെ മോശയുടെ നിയമപ്രകാരം ഈ നിയമജ്ഞന്മാരും പരീശന്മാരും ഉണ്ടാക്കിയെടുത്തൊരു സംവിധാനമാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ദൈവം അതിനെക്കുറിച്ചൊന്നും പറയുന്നൊന്നുമില്ല. അപ്പം അതുകൊണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കണം. അപ്പൊ യേശുക്രിസ്തു തീരെ പറയുന്നില്ല മനുഷ്യ ജീവിതം സമ്പത്ത് കൊണ്ടല്ല ധന്യമാകുന്നത്. Again and again Jesus clearly says, നീ പഠിക്കേണ്ടത് എന്തിനാണ്? സമ്പത്തുണ്ടാകും. നീ ജോലി ചെയ്യുന്നതിന് സമ്പത്തുണ്ട്. നീ കല്യാണം കഴിയുന്ന സമ്പത്തുണ്ടാക്കുക. നീ കുടുംബജീവിതം നയിച്ചുകൊണ്ടിരിക്കുന്നതിനാണ് നീ സമ്പത്തുണ്ടാക്കുക. നീ മക്കളെ വളർത്തുക, എല്ലാം സമ്പത്തുണ്ടാകാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഈ സമ്പത്തിനെ നമ്മൾ പൂജിച്ചുകൊണ്ട് നടക്കുന്ന ഒരുവനും ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ പറ്റില്ല. ദൈവരാജ്യത്തിൽ പ്രവേശിക്കാത്തവൻ എങ്ങനെയാണ്? യേശുക്രിസ്തു വാനമേഖല വരുമ്പോൾ നീ സ്വർഗത്തിലേക്ക് എടുക്കുക ഇല്ല, നീ ഇവിടെ കിടക്കാൻ വിധിക്കപ്പെട്ടവരാണ്. അതുകൊണ്ട് വളരെയധികം ഗൗരവത്തോടെ ചിന്തിക്കുക. ഈ വചനഭാഗം വായിക്കുകയാണ്. ഗുരു ചെറുപ്പം മുതലേ ഞാൻ ഇവയെല്ലാം പാലിക്കുന്നുണ്ട്, ഈ കൽപ്പനകളെല്ലാം പാലിക്കുന്നത്. എന്തിനാണ് കൽപ്പന പാലിക്കുന്നത്? സമ്പത്ത് നേടാൻ വേണ്ടി, അല്ലാതെ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടല്ല. നമ്മളിന്ന് ആത്മശോധന ചെയ്യുക. നമ്മൾ ഈ വചനമൊക്കെ പാലിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ സുസ്ഥിതിക്ക് വേണ്ടിയിട്ടാണോ? നമുക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടാകാൻ വേണ്ടി, നമുക്ക് ഈ ലോകത്തിൽ കുറച്ച് സുഖമായിട്ട് ജീവിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഈ വചനം പാലിച്ചതിന് അർത്ഥമില്ല. കാരണം അവൻ ജീവിച്ചതിന് വേണ്ടിയിട്ടാണ്.
അപ്പോൾ യേശു സ്നേഹപൂർവം അവനെ കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്, പോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക, അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും, പിന്നെ വന്ന് എന്നെ അനുഗമിക്കുക. വളരെ ക്ലിയറാണ് മക്കളെ. യേശുവിലായിത്തീരണമെങ്കിൽ നീ ഈ ലോകവും ലോകത്തിലെ സമ്പത്ത് വാഗ്ദാനം ചെയ്യുന്ന എല്ലാ സംവിധാനങ്ങളെയും നീ ഉപേക്ഷിച്ചേ പറ്റൂ. That is what is the devil is all about. നമ്മൾ ഇന്ന് പിശാചിനെ ബഹിഷ്കരിച്ച് ഓടിക്കൊണ്ടിരിക്കുക. ചുമ്മാ കണ്ട അവിടെയുള്ള ഗണപതി അല്ലെങ്കിൽ എന്താണ് പറയുക, ഈ പറഞ്ഞ ലക്ഷ്മി, ഇങ്ങനത്തെ കുറേ തല്ലിപ്പൊളി സ്പിരിറ്റുകളുണ്ട്. അത് നമ്മളെ സ്പിരിച്വൽ വേൾഡിൽ ഇതൊരു ഇതറുള്ള സ്പിരിറ്റ്സ്. ഇതെല്ലാം എന്താ പറയുക, മനുഷ്യനിർമ്മിതമായ വിഗ്രഹങ്ങൾ അല്ലെങ്കിൽ വിഗ്രഹങ്ങളല്ല, ഇതിന് പറഞ്ഞ ഐഡൽസ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഈ ഐഡൽസ് ഇതിനെല്ലാം നമ്മൾ പുറത്തായിക്കൊണ്ടിരിക്കുക. പക്ഷെ മൂത്ത സാധനം നമ്മുടെ അകത്തിരിക്കുകയാണ്, മാമോൻ എന്ന് പറയുന്നവൻ. ഇതാണ് യഥാർത്ഥ പിശാച്, സമ്പത്തിനോടുള്ള ആസക്തി. അപ്പോൾ ഈ ആസക്തിയാണ് പൗലോസ്ലീഹ പറയണത് വിഗ്രഹാരാധന. അതെ, ധനമോഹം എന്ന വിഗ്രഹാരാധന എന്ന് പെന്തക്കോസ്ത് സഹോദരന്മാരൊക്കെ കത്തോലിക്കരെ കളിയാക്കുക. നിങ്ങളുടെ പള്ളിക്ക് അതുകൊണ്ട് വിഗ്രഹങ്ങളെ ഭയങ്കര ടോക്കുകളും അതൊക്കെ പറയുന്നുണ്ട്. മനുഷ്യ, നിന്റെ ഉള്ളിലിരിക്കുന്ന സാധനത്തെ കുറിച്ചാണ് മാർക്കോസിന്റെ സുവിശേഷം 10 പറയുന്നത്. നീ ആരാധിക്കുന്നത് എന്തിനാണ്? ഇത് കൊടുക്കണം. ദൈവം പറയുന്നെങ്കിൽ ഇന്ന് നിനക്കുള്ളത് മുഴുവൻ കൊടുക്കാൻ നീ സന്നദ്ധനാണോ? വെല്ലുവിളിക്കും. നീ കൊടുക്കുന്നതിൻ്റെ 10% കൂടുതൽ ഞാൻ കൊടുക്കാം. കാരണം അങ്ങനെ ഒരു വിഗ്രഹം ഉള്ളിലില്ല. ഇതിൽ നിന്നുള്ള മോചനം കിട്ടണം. ഇത് കിട്ടാതെ നമ്മളാരും യേശു ക്രിസ്തുവിനോടൊന്നും ചേരില്ല. അതുകൊണ്ട് ഈ ധനവാൻ വന്നിട്ട് പറയുകയാണ്, എന്ത് പറയുന്നു? നിത്യജീവിതം കിട്ടണം, ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയിൽ വരണം, ദൈവരാജ്യ അനുഭവത്തിലേക്ക് വരണം. യേശു വളരെ ക്ലിയറാണ്. കാരണം എന്താ? അവനുള്ളിൽ ഒരു സാധനത്തിനെ പൂജിച്ചുകൊണ്ടിരിക്കുക. ഇതിനെ പൂജിച്ചു വെച്ചുകൊണ്ട് അവന് നിനക്ക് ദൈവത്തെ കിട്ടുമോ? കിട്ടില്ല. മത്തായി സുവിശേഷം മർക്കോസ് 10 വരുന്നതിന് മുമ്പ് മത്തായിലെ കർത്താവ് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്താ പറയുക? 6-ാമത്തെ അധ്യായം 24-ാമത്തെ വചനം, 2 യജമാനന്മാരെ സേവിക്കാൻ ആർക്കും സാധിക്കുകയില്ല. ഒന്നുകിൽ ഒരുവനെ ദ്വേഷിക്കുകയും അപരനെ സ്നേഹിക്കുകയും ചെയ്യും, അല്ലെങ്കിൽ ഒരുവനെ ബഹുമാനിക്കുകയും അപരനെ നിന്ദിക്കുകയും ചെയ്യും. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ നിങ്ങൾക്ക് സാധിക്കുകയില്ല. ഇറ്റ് ഈസ് വെരി ക്ലിയർ. ജീസസ് ഈസ് വെരി ക്ലിയർ. അപ്പൊ ഇതെല്ലാം കൊടുത്തിട്ട് നീ എന്നെ ഒന്ന് അനുഗമിക്കുക. ഇങ്ങനെ നഷ്ടപ്പെടുത്തുവാനാണ് നിനക്ക് ദൈവവിശ്വാസം. ഇന്ന് നമ്മൾ വിശ്വാസം പറയുന്നറിയാ, നീ 10 ഇട്ടാൽ നിനക്ക് 100 കിട്ടുകടാ. അതിനുവേണ്ടി നീ വിശ്വാസത്തോടെ എറിയടാ, ദശാംശം കൊടുക്കടാ, കാഴ്ച കൊടുക്കടാ, ഓഫറിങ് കൊടുക്കടാ, ലവ് ഓഫറിങ്. എന്തിനാണ്? നിനക്ക് കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ട്. അതിന് വിശ്വാസം ആവശ്യമില്ല. നിനക്ക് വിശ്വാസം വേണ്ടത് നിനക്ക് മുഴുവനുള്ളതും നഷ്ടപ്പെടുത്തുവാനാണ് നിനക്ക് വിശ്വാസം വേണ്ടത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്, നീ നാളെ എങ്ങനെ ജീവിക്കും? അബ്രാഹാം ഇസഹാക്കിനോട് പറഞ്ഞു, മൈ ഗോഡ് വിൽ പ്രൊവൈഡ്. അതാണ് 2 ഓട്ട നാണയം. ലോകത്തിൽ എവിടെ സുവിശേഷം പ്രസംഗിക്കുന്നുണ്ടോ അവിടെ ഈ സ്ത്രീയെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന യേശു പറഞ്ഞു, എന്താണ്? അവൾക്കുള്ളത് അവളെ തന്നെയാണ് അവൾ കൊടുക്കുന്നത്. ഇന്ന് നമ്മൾ മനസ്സിലാക്കണം, സമ്പത്ത് എന്ന് പറയുന്നത് എന്താണ്? സമ്പത്ത് നമ്മൾ തന്നെയാണ്. കാരണം നമ്മുടെ വിദ്യാഭ്യാസം, നമ്മുടെ കഴിവ്, നമ്മുടെ അധ്വാനം, നമ്മുടെ വേദനകൾ, നമ്മുടെ പീഡനങ്ങൾ, നമ്മുടെ വേർപ്പ്, നമ്മുടെ കരച്ചിൽ എല്ലാം കൂടി ചേർന്നിട്ടാണ് നമുക്ക് ഈ സമ്പത്ത് കിട്ടുന്നത്. അത് നമ്മളെ തന്നെയാണ്. അപ്പം ഇതിൽ നിന്ന് നമ്മൾ കൊടുക്കാന്ന് പറഞ്ഞാൽ മുഴുവൻ കൊടുക്കാനുള്ള ഡിറ്റാച്ച്മെൻറ്റ്, ആ സ്വാതന്ത്ര്യം നിനക്ക് വേണം. ഇന്ന് നീ ബന്ധനത്തിലാണോ? ഒന്ന് ആത്മശോധന ചെയ്യുക. നിൻ്റെ കുടുംബം ബന്ധനത്തിലാണോ? നമ്മുടെ കുടുംബത്തിലൊക്കെ പല കാര്യങ്ങൾ നടക്കാത്തതെന്ന് വെച്ചാൽ നമുക്കിതിനോടുള്ള ബന്ധനമാണ്. അവിടെ ദൈവത്തിൻ്റെ കൃപ വരുന്നില്ല. ഈ കൃപ സ്വന്തമാക്കണം. 2025 ദൈവകൃപയുടെ സമൃദ്ധി ഉണ്ടാക്കേണ്ട ഒരു കാലഘട്ടമാണ്. വചനം പറയുന്നുണ്ട്, പാപം വർദ്ധിക്കുന്നിടത്ത് കൃപ അതിലേറെ വർദ്ധിക്കുന്നുണ്ട്. ഈ കൃപ സമ്പാദിക്കാനുള്ള വഴിയാണ് ഈ സമ്പത്ത്. നമ്മുടെ കയ്യിലുള്ള സമ്പത്ത് ദൈവകൃപ ലഭിക്കാനുള്ളൊരു സ്രോതസ്സാണ്. അതിനെക്കുറിച്ചാണ് ഞാൻ വരുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കണം, ഈ ധനവാനോട് കർത്താവ് പറയുകയാണ്, നീ ഇത് മുഴുവൻ ഉപേക്ഷിക്കണം. കാരണം അവനതിനെ സേവിക്കുക, ആരാധിക്കുകയും ചെയ്യുന്നതല്ല. ദൈവത്തെക്കാൾ അതിനെ പൂജിക്കുകയും മാമോനെ പൂജിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെയൊക്കെ അനേകര വീട്ടിലെ പ്രശ്നമാണ്, ദർ ഈസ് നോ ഗ്രേസ്. എൻ്റെ കുടുംബത്തിൽ സ്വാഭാവികമായി നടക്കേണ്ട ജോലി, വിവാഹം, മക്കള്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ സ്റ്റക്കായി നിൽക്കുന്നുണ്ടോ? തിരിച്ചറിയുക, the villain is mammon.
The devil is there in your family. എന്താണ് ഈ സാധനം നിന്നെ ഭരിക്കുന്നുണ്ടെന്നുള്ള കാര്യം വളരെ ക്ലിയർ ആണ്. അപ്പം അതുകൊണ്ട് ഇതിനെ നഷ്ടപ്പെടുത്താൻ ശ്രമിക്കുക. അപ്പോൾ നിനക്ക് കൃപ കിട്ടും. അപ്പോൾ നിന്റെ ജീവിതത്തിൽ കുടുംബത്തിൽ മക്കള്, കൊച്ചുമക്കള് എല്ലാം കൃപയിൽ വളർന്നു വരാൻ സാധിക്കും. ഓക്കെ, അപ്പം അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അപ്പോൾ ഈശോ വളരെ കൃത്യമായി നിനക്കുള്ളത് കൊണ്ടുപോയി നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുക്കുക. അപ്പോൾ സ്വർഗത്തിൽ നിനക്ക് നിക്ഷേപമുണ്ടാകും. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണം. സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണം. ഇതിനാ നിനക്ക് വിശ്വാസം വേണ്ടത്. അത് ഈ ലോകത്ത് നിക്ഷേപം കൂട്ടാൻ ഒരു വിശ്വാസം വേണ്ട. യാതൊരു വിശ്വാസം ഇല്ലാത്തവരാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിരിക്കുന്നത്. ദൈവവിശ്വാസത്തിലെ നിരീശ്വരവാദികൾ ഇവരാണ് ലോകത്തിലെ ഏറ്റവും സമ്പന്നരായിരിക്കുന്നത്. എന്നിട്ട് നീ പറയാം എനിക്ക് ഇത് കൊടുത്തപ്പോൾ എനിക്ക് വിശ്വാസമുണ്ട്, എനിക്ക് പണം കിട്ടിയത്. നാണമില്ലേ പറയാനായിട്ട്? ഇങ്ങനത്തെ സുവിശേഷം പറയാൻ നാണമില്ലേ? ഇങ്ങനെ സാക്ഷ്യം പറയാൻ നാണമില്ലേ? അതിന് ബോധമില്ലേ? കാരണം അതിനൊന്നും ഒരു വിശ്വാസത്തിന് ആവശ്യമില്ല. ഈ ലോകത്ത് 4 കാശുണ്ടാക്കാൻ യു ഡോണ്ട് നീഡ് ഫെയ്ത്ത്, യു ഡോണ്ട് നീഡ് ജീസസ്. പക്ഷെ നിനക്ക് സ്വർഗത്തിൽ നിക്ഷേപം കൂട്ടണമെങ്കിൽ നിനക്ക് വിശ്വാസം വേണം. കാരണം നിനക്ക് ഈ ലോകത്തിൽ നിനക്ക് സമ്പത്തെന്ന് വിചാരിക്കുന്ന എല്ലാം നീ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. അല്ലാതെ നമുക്ക് യേശുവിൻ്റെ അടുത്ത് എത്താൻ പറ്റില്ല. പൊന്നു മക്കളെ, ഈ സുവിശേഷമൊന്നും നിങ്ങൾ കേട്ടിട്ടില്ല. നമ്മൾ പറയാം നിങ്ങൾ 10% കൊടുത്താൽ മതി, നിങ്ങൾക്ക് എന്തെങ്കിലും കൊടുത്തോ. പറയാം 10% കൊടുത്ത് ഒരുവനും നിത്യ സൗഭാഗ്യത്തിൽ ചേരത്തില്ല, ഒരുവനും സ്വർഗരാജ്യത്തിൽ പോകത്തില്ല, ഒരുവനും യേശു ക്രിസ്തു അടുത്ത് ചേരാൻ പറ്റത്തില്ല. 10% ഈസ് നോട്ട് ഫ്രം ഗോസ്പെൽ. ഇറ്റ് ഈസ് വെരി ക്ലിയർ. നിനക്കുള്ളത് മുഴുവൻ കൊടുക്കേണ്ടി വരും. പിന്നെ മുഴുവൻ കൊടുക്കാതെ കർത്താവുമായിട്ട് ഒന്നും ചേരാൻ പറ്റില്ല മക്കളെ. അതുകൊണ്ട് 10% എന്നൊക്കെ പറയുന്നത് പഴയ നിയമത്തിലെ കൺസെപ്റ്റാണ്. അബ്രാഹം മെൽക്കിസദക്കിന് കൊടുത്ത് 10%. പഴയ നിയമത്തിൽ ലേവ്യർക്ക് കൊടുക്കുന്ന ഓഹരിയാണ് 10%. പുതിയ നിയമത്തിലേക്ക് സ്നാപക യോഹന്നാൻ അതിനൊന്ന് റിവൈസ് ചെയ്തിരുന്നു. എന്താണ്? 2 ഉടുപ്പുള്ളവൻ ഒന്നില്ലാത്തവന് കൊടുക്കണം. 50% മിനിമം. അതിൻ്റെ അർത്ഥം എന്താ? നിന്റെ ആവശ്യങ്ങൾ കഴിഞ്ഞ് ബാക്കിയുള്ളത് നിന്റെ സഹോദരങ്ങളുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. ആത്മരക്ഷ എന്ന് പറയുന്നത് നമ്മൾ കാരുണ്യ പ്രവൃത്തികളുണ്ട്. തീർച്ചയായിട്ടും നമ്മൾ കാരുണ്യ പ്രവൃത്തികൾ ചെയ്യണം. അവൻ്റെ വേദനകൾ ഒപ്പണം, അവൻ്റെ രോഗികളും സൗഖ്യം കൂടെ അവന് പണം കൊടുക്കണം, അവന് അരി വാങ്ങാൻ പണം കൊടുക്കണം, വീട് വെക്കാൻ പണം കൊടുക്കണം. ഇതെല്ലാം എന്തിനെ പ്രതിയാണ്? നിന്റെ ആത്മരക്ഷയെ പ്രതി. അല്ലാതെ ഇവിടെ കുറെ ചാരിറ്റബിൾ പരിപാടി നടത്തിയിട്ട് നമ്മൾ പണം കൊടുക്കാൻ ക്രിസ്ത്യാനിയോട് പറയുന്നില്ല. ഓക്കെ, ഇതെല്ലാം എന്തിൻ്റെ ഭാഗമാണ്? നിനക്ക് വീടില്ല, നിനക്ക് വിദ്യാഭ്യാസം ഇല്ല, നിനക്ക് തുണിയില്ല, നിനക്ക് ഭക്ഷണമില്ല. യെസ്, വി വിൽ പ്രൊവൈഡ് യു ഓൾ ദീസ് തിങ്സ്. പന്നിക്കുഴിയിൽ കിടക്കുന്നവനാണ് നീ, പക്ഷെ നീ തിരിച്ച് നിന്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് വരണം മകനെ. അവിടെ നിനക്ക് വേണ്ടത്. അല്ലാണ്ട് ഈ പിതാവ് പോലും പന്നിക്കുഴി കിടക്കുന്നവന് ചാരിറ്റബിൾ സർവീസായിട്ട് ഒന്നും കൊടുത്തിട്ടില്ല. ദർ ഇസ് നോ ചാരിറ്റി വിത്തൗട്ട് സാൽവേഷൻ ഓഫ് സോൾസ്. അപ്പം അതുകൊണ്ട് ഇത് വളരെ ക്ലിയർ ആണ്. അതുകൊണ്ട് നമ്മൾ ചാരിറ്റി പറയും. നമ്മുടെ ചാരിറ്റിയേക്കാൾ ഭംഗിയായിട്ട് ചാരിറ്റി നടത്തുന്ന ലോകത്തിൽ അനേകം മനുഷ്യരുണ്ട്, അനേകം നിരീശ്വരവാദികളുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചാരിറ്റി എന്ന് പറഞ്ഞാൽ ഈ മണ്ടത്തരം കാട്ടിയിട്ട് ആൾക്കാരെ അട്രാക്ട് ചെയ്യാൻ ശ്രമിക്കില്ല. വി ഹാവ് ഓൺലി വൺ ചാരിറ്റി, ചാരിറ്റി ഓഫ് സോൾ. സ്നേഹം. എന്താണ് ഏറ്റവും വലിയ പരസ്നേഹ പ്രവൃത്തി? അവൻ്റെ ആത്മരക്ഷ. അതിന് വേണ്ടത്, അവന് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. കാരണം അവൻ ഈ ലോകത്ത് ജീവിക്കാൻ, നമ്മളോട് ജീവിക്കാം, അവന് വേണ്ടിയിട്ട് നമ്മൾ മാറ്റി വെക്കണം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ മാറ്റി വെക്കുന്ന ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഒന്നും ഉണ്ടാവില്ല, നമുക്കൊന്നും സ്റ്റോറേജ് ഒന്നും ഉണ്ടാവില്ല. കാരണം നമ്മുടെ ചുറ്റുപാട് അത്രമാത്രം ആവശ്യക്കാരുണ്ട്. അപ്പം ഈ ആവശ്യക്കാർക്ക് കൊടുക്കുന്നതനുസരിച്ചാണ് നിന്റെ ജീവിതത്തിൽ ദൈവകൃപ. ഈ കൃപ മതി നിനക്ക്. മനസ്സിലായി? നിനക്ക് കൃപയാണ് വേണ്ടത്. ഇന്ന് ഈ കൃപയില്ലാതെ നിന്റെ ബാങ്കിലും നിന്റെ അലമാരിയിലും ഡെപ്പോസിറ്റുകൾ ഇരിക്കുക. വേസ്റ്റ് എന്നാണ് ദൈവം അതിന്. ഇറ്റ് ഈസ് വേസ്റ്റ്. അപ്പോൾ ആ വേസ്റ്റായിട്ട് തന്നെ കരുതണം. പൗലോസിയുടെ ഭാഷയിൽ പറഞ്ഞാൽ ഉച്ഛിഷ്ടം, ക്രാപ്പ് എന്നാണ് ഞാൻ പറയുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ വിസർജ്യത്തിൻ്റെ വിലയോ അതിനുള്ളൂ ദൈവരാജ്യത്തിൽ. അപ്പോൾ ഇന്ന് നീ ഇതിനെയൊക്കെ പൂജിച്ചും ആരാധിച്ചും സേവിച്ച് ഇതിനെക്കുറിച്ച് ആലോചിച്ചും ധ്യാനിച്ചത് പോയതിൻ്റെ വേദനയും നഷ്ടം, ഇത് കിട്ടാത്തതിൻ്റെ ബുദ്ധിമുട്ടും ഇതെടുത്തുകൊണ്ട് പോയതിനെ ശപിച്ചും പ്രാഗിയിരിക്കുന്ന ക്രിസ്ത്യാനി, നിനക്ക് 2025 ദുരിതത്തിൻ്റെ മേൽ ദുരിതത്തിൻ്റെ വർഷമായിരിക്കും. And you have to come out of this bondage. എന്ന് കൂടെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. We are coming into very very financial crisis ഉള്ളൊരു വർഷത്തിലേക്കാണ് വരാൻ പോണത്. അതുകൊണ്ട് കഴിവതും ഒരു 1.5 വർഷത്തേക്ക് പുതിയ സാധനങ്ങളൊന്നും വാങ്ങിക്കരുത്. ഓക്കെ, ലോകം ഇങ്ങനെ പല വെളിച്ചമായിട്ട് വരും, നമ്മുടെ മുമ്പിൽ പല അട്രാക്ഷൻസ് ആയിട്ട് വരും. ഞാൻ നിന്നോട് പറയുകയാണ്, നീ വിശ്വസിക്കുന്നതിൽ കേൾക്കുക. നെവർ സ്പെൻഡ് എ മണി ഫോർ എനി ന്യൂ തിങ്സ് ഇൻ യുവർ ലൈഫ്. ആരെങ്കിലും തരുന്നുണ്ടെങ്കിൽ മേടിച്ചുകൊള്ളുക, അല്ലാതെ നമ്മളായിട്ട് പണം മുടക്കരുത്. കാരണം വലിയ ഫിനാൻഷ്യൽ ക്രൈസിസിലേക്ക് നമ്മൾ വരാൻ പോവുകയാണ്. അപ്പം അതുകൊണ്ട് അത് മനസ്സിൽ വെക്കുക. അപ്പം ദൈവം നമുക്ക് തരും. കാരണം നമ്മളിതിനോട് ദൈവം ആഗ്രഹിക്കുന്നത് ചെലവഴിക്കുന്നതിനെ ദൈവം നമുക്ക് തരുള്ളൂ. ഏത് മരുഭൂമിയിൽ നിന്നെ ദൈവം പരിപാലിക്കും. പക്ഷേ നീ ദൂർത്തടിച്ച് തോന്നിയാസം കളിച്ചിട്ട് പിന്നെ നിൻ്റെ കൂടെ ദൈവം തരുന്നു വിചാരിക്കരുത്. അപ്പം അതുകൊണ്ട് വചനം വളരെ കൃത്യമായിട്ട് പറയുകയാണ്. അവൻ എന്താ ചെയ്തത്?
അവൻ ഈ വചനം കേട്ട്, ഈ വചനം ഇത്തിരി ബുദ്ധിമുട്ടാണ് കേട്ടോ. ഈ സനാതന സുവിശേഷം ഇത്തിരി ബുദ്ധിമുട്ടുള്ള വചനമാണ്. നിങ്ങളിതുവരെ കേട്ടിട്ടില്ല എന്ന് എനിക്കറിയാം, നിങ്ങളോട് വചനം ആരും പ്രസംഗിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം. പക്ഷേ യു ഹാവ് ടു ലിസൺ ടു, ഇഫ് യു വാണ്ട് ടു ഗോ ടു ഹെവൻ യു ഹാവ് ടു ലിസൺ ടു ദിസ് വേർഡ്. അവൻ പറയും, ഈ വചനം കേട്ടവൻ വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചു പോയി, കാരണം അവന് വളരെയേറെ സമ്പത്തുണ്ടായിരുന്നു. അങ്ങനെ അവൻ പോയി കഴിഞ്ഞപ്പോൾ യേശു പതുക്കെ വിളിച്ചോളാ, വന്നടാ അവനെ, ഒരു കാര്യം ചെയ്ത് നിനക്കൊരു 10% തരാൻ പറ്റുമോ, അല്ലെ 15 തരാൻ പറ്റുമോ, അല്ലേ? ഇങ്ങനെ ഒരു കോംപ്രമൈസ് ഒന്നുമില്ല, നിനക്കുള്ളത് മുഴുവൻ കൊടുക്കണം. ദൈവത്തെക്കാൾ അധികമായി നീ എന്തിനെ സ്നേഹിക്കുന്നു അത് മുഴുവൻ നീ ഉപേക്ഷിക്കണം, അവിടെ എന്താണെങ്കിലും. നേരത്തെ പറഞ്ഞതുപോലെ ആ സ്നേഹം, നമ്മുടെ ആത്മാവിന് ഒരു സ്നേഹ വിഷയമുണ്ട്. നമ്മുടെയൊക്കെ സ്നേഹ വിഷയം ഇപ്പോഴും ധനം തന്നെയാണ്. ആരെ വേണമെങ്കിൽ ഞാൻ വെല്ലുവിളിക്കാം. യു ക്യാൻ കോൾ മൈ നമ്പർ ആൻഡ് ടെൽ മീ ദാറ്റ് ഐ ആം ഫ്രീ ഫ്രം ദിസ് ബോണ്ടേജ് എന്നുള്ളൊരാളൊന്ന് വിളിക്കട്ടെ, എന്ന് കേൾക്കട്ടെ. ഞാൻ പറയാം, ഞാൻ നിങ്ങളെ വിളിക്കുകയാണ്, നിങ്ങൾക്ക് ഇതിന് ബന്ധനത്തിൽ കിടക്കുന്നതാണ്. നീ ഏത് മതത്തിൽപ്പെട്ട, ഏത് ജാതി ആയിക്കട്ടെ, ഏത് സഭക്കാരനായിക്കട്ടെ, യു ആർ ഇൻ ബോണ്ടേജ് ഓഫ് ദിസ് മാമോൻ. ഈ മാമോൻ എന്ന് പറഞ്ഞ സാധനത്തെ അടിമയാണ്. അതുകൊണ്ട് അതിൽ നിന്ന് വിടണമെങ്കിൽ വാരി വിതറി കൊടുക്കണം, വാരി വിതറിക്കണം. വരുന്ന 2-3 എപ്പിസോഡ് വി ആർ സ്പീക്കിംഗ് അബൌട്ട് ദിസ് ഗ്രേറ്റ് ബോണ്ടേജ് ഓഫ് ഹ്യൂമൻ സോൾസ്. അപ്പം അതുകൊണ്ട് യേശു ചുറ്റും നോക്കി ശിഷ്യരോട് പറഞ്ഞു, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നത് എത്ര പ്രയാസം. സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്നെ ശ്രവിക്കുന്ന സമ്പന്നരെ, ഇത് നമ്മളിപ്പോൾ നിനക്ക് ഭയങ്കര വ്യാഖ്യാനങ്ങളെ കൊടുക്കും. ഇപ്പോഴത്തെ ആധ്യാത്മിക ഗുരുക്കന്മാർ പല വ്യാഖ്യാനങ്ങൾ. സമ്പത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറും പണമല്ല, നമ്മളിങ്ങനെ നമ്മുടെ കഴിവ്, നമ്മുടെ സൗന്ദര്യം, ഓഫ് കോഴ്സ് ദാറ്റ് ഈസ് ദെയർ. പക്ഷേ ഇവിടെ യേശു വളരെ കൃത്യമായിട്ട് പറയുന്ന കാര്യം ആ കഴിവ്, സമ്പത്ത്, സൗന്ദര്യത്തെക്കുറിച്ചല്ല. ഇവിടെ പണം, മണി, ഇറ്റ്സ് ഓൾ അബൌട്ട് മണി, യൂറോ, പൗണ്ട്, ഡോളർ ആൻഡ് റുപ്പി, ഇതിനെക്കുറിച്ചാണ് സംസാരിക്കുക. അല്ലാണ്ട് നിന്റെ കഴിവ് സാധനം സെക്കൻഡറി. അപ്പോൾ ഇതുള്ളവൻ, ഇതിൽ ആശ്രയിച്ച് ജീവിക്കുന്നവൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കാര്യം കൂടി വളരെ ക്ലിയർ ആയിട്ട് പറയാം. സമ്പത്ത് കൂടുതലുണ്ട് എന്ന് വെച്ചിട്ടല്ല പ്രശ്നം, ഈ സമ്പത്തിനോട് നമ്മുടെ ആഭിമുഖ്യം. നീ ഇതിന് അടിമയാണോ, നീ ഇതിൻ്റെ ഉടമയാണോ? അടിമയായിരിക്കുന്നവന് ഒരിക്കലും യേശുവിൻ്റെ ഉദ്ധാനത്തിൻ്റെ മഹത്വത്തിൽ പങ്കുചേരാൻ ഒരിക്കലും സാധ്യമല്ല. അതുകൊണ്ട് അടിമ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തോടെ വിനിയോഗിക്കുവാനും, ഏതാവശ്യമുള്ളപ്പോൾ സ്വാതന്ത്ര്യത്തോടെ ആവശ്യങ്ങൾ, മറ്റുള്ളവരുടെ സഹായത്തിന് ആവശ്യമുണ്ട് ഫ്രീ ആയിട്ട് ഉപയോഗിക്കാൻ സ്വാതന്ത്ര്യമുള്ളവൻ. 2, ഈ വെച്ചിരിക്കുന്ന സമ്പത്ത് നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയമില്ലാത്തവൻ. ഓക്കെ, നമുക്കിതിങ്ങനെ വലിയ സേഫിനും അടച്ചുപൂട്ടിയൊന്നും വെക്കേണ്ട കാര്യമൊന്നുമില്ല, ഇതൊക്കെ തമ്പുരാൻ നോക്കിക്കോളും. അപ്പോൾ ഇതിന് നഷ്ടപ്പെട്ടു പോകുന്ന ഭയമില്ലാത്തവൻ, സ്വാതന്ത്ര്യത്തോളം മറ്റുള്ളവരുടെ ആത്മരക്ഷയ്ക്കും മറ്റാവശ്യങ്ങൾക്കുമായിട്ട് സ്നേഹത്തെ പ്രതി കൊടുക്കാൻ സ്വാതന്ത്ര്യമുള്ളവനാണ് ഈ സമ്പത്തിൻ്റെ ഉടമ. അങ്ങനെ സ്വാതന്ത്ര്യമുള്ള നിനക്ക് എത്ര സമ്പത്തുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ദ മണി ഈസ് നോട്ട് ദ പ്രോബ്ലം. പണത്തിനോട് നമ്മളുടെ അടുപ്പമാണ് പ്രശ്നം. അതിൽ നിന്നൊരു ബന്ധനമായിരിക്കാൻ. 98% ക്രിസ്ത്യാനി സോ കോൾഡ് വിശ്വാസി നീ ഇതിൻ്റെ അടിമയാണ്. അതുകൊണ്ട് കർത്താവ് ഒരു കാര്യം ചെയ്യും. എന്താണെന്ന് വെച്ചാൽ അതിനാണ് ഈ യുദ്ധങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. കാരണം നമ്മളെയൊക്കെ നിരപ്പാക്കും. ഇതിൽ നിന്നെല്ലാം മോചിച്ചു. ദൈവത്തിന് എങ്ങനെയും സ്വർഗത്തിൽ കൊണ്ടുപോകണമല്ലോ. അതുകൊണ്ടാണ് ഈ വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടും ദാരിദ്ര്യവും കഷ്ടപ്പാടൊക്കെ വരുന്നത്. ഇതിൽ ഏറ്റവും കഷ്ടപ്പാട് ദാരിദ്ര്യമുള്ളതാണ്. കാരണം ദൈവത്തിൻ്റെ ശിക്ഷാവിധി ആരംഭിക്കുന്നത് ആദ്യം ക്രിസ്തീയ ഭവനത്തിലാണ്. അപ്പം നമ്മുടെ നാട്ടിലായിരിക്കും നമ്മളിലായിരിക്കും ഏറ്റവും കൂടുതൽ സാമ്പത്തിക ഞെരുവൊക്കെ ഉണ്ടാകാൻ പോവുക. വിഷമിക്കണ്ട, ഇതെല്ലാം നന്മയ്ക്കാണ് കേട്ടോ. നിനക്ക് ദൈവത്തെ നേടാനുള്ള വഴിയാണ്. പക്ഷെ ഒരു കാര്യം വളരെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിക്കൊള്ളുക. യേശു ചുറ്റും നോക്കി ശിഷ്യന്മാരോട് പറയും, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. അവൻ്റെ വാക്ക് കേട്ട് ശിഷ്യന്മാർ വിസ്മയിച്ചു. യേശു വീണ്ടും അവരോട് പറഞ്ഞു. ശിഷ്യന്മാരിങ്ങനെ വായ പൊളിച്ചിരി, എന്തായി പറയണത്? ഒരു വിസ്മയിക്ക് വേണ്ട. യേശു ഒന്നുകൂടി പറയാണ് വീണ്ടും അവരുടെ മക്കളെ ദൈവത്തിൽ പ്രവേശിക്കുക എത്ര പ്രയാസം. ധനവാൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അപ്പോൾ ഈ വചനമൊന്നും നമ്മൾ കേട്ടിട്ട് ഇതൊന്നും ആരും കൃത്യമായിട്ട് പറയില്ല. കാരണം വെച്ചാൽ നമ്മുടെ സംവിധാനങ്ങളൊക്കെ ഓടണമെങ്കിൽ ഈ ധനവാന്മാരുടെ ഒരു ഹെൽപ്പ് വേണം. ഓക്കെ, അതുകൊണ്ട് ഈ ധനവാന്മാരെ വേദനിപ്പിച്ചുള്ള പരിപാടിയൊന്നും നമ്മൾ പറയത്തില്ല. അങ്ങനെ എന്താണെന്നറിയോ, ധനം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിൻ്റെ കഴിവ്, നിൻ്റെ അത് ഇതെന്നൊക്കെ പറയാം. ധനം എന്ന് പറഞ്ഞാൽ നിൻ്റെ പണം വളരെ ക്ലിയറാണ്. ഇതുള്ള നിൻ്റെ കാര്യം കട്ടപ്പോകയാണ്. നിനക്ക് ഒരിക്കലും സ്വർഗ്ഗരാജ്യത്തിൽ കയറാൻ പറ്റില്ല. നിൻ്റെ കുടുംബത്തിൽ സമാധാനം ഉണ്ടാവില്ല, നിൻ്റെ കുടുംബത്തിൽ ഐക്യം ഉണ്ടാവില്ല, നിൻ്റെ കുടുംബത്തിൽ സ്വസ്ഥത ഉണ്ടാവില്ല. ഇതാണ് ദൈവരാജ്യം. എന്താണ്? നീതി, സമാധാനം, പരിശുദ്ധാത്മാവിലുള്ള ആനന്ദം. ഇതാണ് ദൈവരാജ്യം. ഈ സാധനം നിൻ്റെ കുടുംബത്തിൽ ഉണ്ടാവില്ല.
ഉള്ളവരെന്നെ വിളിക്കുക. ഞാൻ ഈ പരിപാടി നിർത്തിയിട്ട് നിങ്ങൾ പറയുന്ന പരിപാടിക്ക് വരെ ഞാൻ തയ്യാറാണ്. ഈ ലോകത്തിലെ ഏത് സമ്പന്നൻ എന്നെ വിളിച്ചോ. നിൻ്റെ കുടുംബത്തിൽ സമാധാനമുണ്ടോ, ഭാര്യ ഭർത്തൃ ലയമുണ്ടോ, മക്കൾ മാതാപിതാക്കളുടെ സ്വസ്ഥതയുണ്ട്, ഐക്യമുണ്ടോ ഉണ്ടെങ്കിൽ വിളിക്കുക. ഓക്കെ, എങ്കിൽ നീ ഈ പരിപാടി ഞാൻ നിർത്തിയിട്ട് വരാം. കാരണം അത് ഒരിക്കലും ഉണ്ടാവില്ല. ഈ സമ്പത്തും ഇതും കൂടി ഒരിക്കലും ഒരുമിച്ച് പോവില്ല. അതുകൊണ്ട് ധനവാന്മാരെ, സമ്പന്നന്മാരെ, നിങ്ങൾക്ക് ദുരിതം ഇനി വരാൻ പോകുന്ന കാലഘട്ടങ്ങൾക്ക് ഈ ദുരിതത്തിലേക്ക് വരാൻ പോകുന്നത്. അതുകൊണ്ട് ഇതിനോടുള്ള ആശ്രയം, ഇതിനുള്ള സ്നേഹവും, ഇതിനുള്ള ഭക്തി ആരാധനയൊക്കെ വിടാനായിട്ട് തീരുമാനിക്കുക. നിനക്ക് വേണ്ടത് ദൈവകൃപയാണ്. ഈ കൃപ സ്വന്തമാക്കണമെങ്കിൽ എന്തു ചെയ്യണം? ഈ സമ്പത്ത് നമ്മൾ വ്യയം ചെയ്യണം. അത് അടുത്ത എപ്പിസോഡുകളിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ പ്രിയമുള്ളവരെ, വളരെ ക്ലിയറാണ്. അതുകൊണ്ട് 2025 നമ്മളെ സംബന്ധിച്ചിടത്തോളം ദൈവകൃപയിൽ സമ്പന്നരാകാൻ വേണ്ടിയിട്ടുള്ള അതിനുള്ള വഴികൾ എന്താണെന്ന് വരുന്ന ദിവസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്നതായിരിക്കും. ഓക്കെ, ഓൾ യു നീഡ് ഈസ് ദ ഗ്രേസ്. ആറ്റം ബോംബ്, ന്യൂക്ലിയർ ബോംബ് അല്ലെങ്കിൽ മറ്റേ ബോംബുകളൊക്കെ പൊട്ടുമ്പോൾ നിനക്ക് കുറേ സ്വർണ്ണം ഉണ്ടാകുന്ന നിന്നെ രക്ഷിക്കത്തില്ല. നിനക്ക് വേണ്ട ദൈവത്തിൻ്റെ കൃപ വേണം. അതുകൊണ്ട് വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ ലോകം നേരിടാൻ പോകുന്ന വെല്ലുവിളി അതിജീവിക്കുവാൻ നിന്റെ സമ്പത്ത് വ്യയം ചെയ്യുക. ഓക്കെ, കൃപ സമ്പാദിക്കുക. നീ നിന്റെ കുടുംബം രക്ഷപ്പെടും. സഖ്യവൂസ് നമ്മുടെ മുമ്പിലുണ്ട്. അവൻ്റെ സ്വത്തിൻ്റെ നേർപകുതി ഞാൻ കൊടുത്തു. യേശു പതുക്കെ ഒന്ന് നോക്കി, അവനടുത്ത് വരുന്നുണ്ട്. പിന്നെ പറയാണ്, ഞാൻ സമ്പാദിച്ചതിൻ്റെ 4 ഇരട്ടി, അതായത് അന്യായമായി സമ്പാദിച്ചത് 4 ഇരട്ടി കൊടുക്കുന്നു. ഇന്ന് ഈ ഭവനം രക്ഷപ്പെട്ടിരിക്കുന്നു. 2025 നിൻ്റെ ഭവനം രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ, നിൻ്റെ മക്കൾ സ്വർഗത്തിലെത്തണം, നിൻ്റെ കൊച്ചുമക്കൾ സ്വർഗത്തിലെത്തണമെങ്കിൽ നിൻ്റെ സമ്പത്തിൻ്റെ പകുതി ദൈവരാജ്യ വേലയ്ക്കായിട്ട് മാറ്റിവെക്കാൻ തയ്യാറാവുക. God bless you and you will have a wonderful and peaceful and joyful and blessed 2025. Amen. God bless you.